അപ്പോൾ ഇനി ആരാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണല്ലേ കേരളം മുഴുവൻ. ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും അതിനൊരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടായിരിക്കാം ഇത്രയും സമയം എടുക്കുന്നത്. അതിന് ജനാധിപത്യം ഭയങ്കര കൂടുതലുള്ള ഒരു പാർട്ടിയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 11 അഭിപ്രായമായിരിക്കും. അപ്പോൾ എല്ലാവരുടെ ഏകീകരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയും ബുദ്ധിമുട്ട് കേരളത്തിൽ വരാറില്ല. ഒരാൾ തലപ്പത്ത് നിന്നൊരു തീരുമാനം എടുക്കും, അതങ്ങ് ബാക്കി താഴോട്ടുള്ള ആളുകളെല്ലാം അങ്ങ് എസ് മൂളി അംഗീകരിക്കും, അല്ലെങ്കിൽ കൈപൊക്കി അംഗീകരിക്കും, കൈകൊട്ടി അംഗീകരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിവെന്ന് പറയുന്നത്. അതിൽ നിന്ന് വളരെ വിപരീതവും വ്യത്യസ്തവുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം. കോൺഗ്രസ് പാർട്ടിയിൽ 10 പേര് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ 10 പേർ കൂടി ഒരു 11 അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ ഈ അഭിപ്രായങ്ങളെല്ലാം കൂടെ ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇച്ചിരി സമയമെടുക്കും. എന്തായിരുന്നാലും ഇതത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെയായിട്ട് ഒരു തീരുമാനങ്ങളും ഉണ്ടായതായിട്ട് വാർത്താ മാധ്യമങ്ങൾ കൂടി അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തരാകുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഇത് ഇവർക്ക് കിട്ടിയ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമാണല്ലോ. അപ്രതീക്ഷിതമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന മന്ത്രിമാരെങ്കിലും ജനങ്ങളോട് മാന്യമായി സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ഒരു ഏകാധിപതിയാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ പല നേതാക്കന്മാർക്കും പല പാർട്ടി പ്രവർത്തകർക്കും എന്താണ് ജനാധിപത്യമെന്ന് ഇതുവരെയായിട്ടും വലിയ പിടിപാടൊന്നും വന്നിട്ടില്ല. അവർക്കറിയില്ല എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പ്രജകളായിട്ടുള്ള ആളുകളെല്ലാം, അല്ലെങ്കിൽ വോട്ട് കൊടുത്ത ആളുകളെല്ലാം എൻ്റെ അടിമകളാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം അങ്ങ് തലയാട്ടി സമ്മതിച്ചോണം എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഭരിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചവരെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെയൊക്കെ രാജാക്കന്മാരും നമ്മൾ അവരുടെ പ്രജകളുമാണ്. ആ ഒരു രീതിയിൽ കോൺഗ്രസിൽ നിന്നൊരു ചെറിയ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അല്ല, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 10 വർഷം ഒരു രാജാവ് പ്രജ ആ ഒരു രീതിയിലാണ് കേരളത്തിലുള്ള ജനങ്ങൾ ജീവിച്ചത്.